ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്. നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എല്ലാവരും കഴിവ് കൂടുതലാണോ അതോ കഴിവ് കുറവാണോ എന്ന് ഉമ്മ നമുക്ക് ഇന്ന് അറിയാം. കഴിവ് കയറിയവരാണോ കഴിവില്ലാത്തവരാണെന്ന് ഇതിലറിയാം. കഴിവ് കുറഞ്ഞാലാണ് അറിയില്ലല്ലേ? അറിയില്ല. അപ്പോൾ അതായത് ഗൈസ്, നമ്മുടെ ഒരു ചലഞ്ചാണ്. ചലഞ്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. അത് പറഞ്ഞു കൊടുക്കണം. എന്താ സംഭവം പറഞ്ഞു കൊടുക്കണം? എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് അത് നമ്മളൊരു സീൻ പറയാണ്. ആ സീൻ പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞിട്ട് അതോടെ അഭിനയിച്ച് കാട്ടിക്കൊടുക്കുക. അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ചെയ്യുന്നത്. നമുക്ക് കാണാം, ഞങ്ങൾ റീൽസ് എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന്ന് നല്ലപോലെ മനസ്സിലാവും. കാരണം ഓരോരുത്തർ ഉമ്മമാന്റെ അഭിനയം ആയാൽ പോലും എങ്ങനെ ഉണ്ടാവും ഞമ്മക്കറിയില്ല. ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഉമ്മമ്മ പറയും, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ കമന്റ് പറയണമെന്ന് അറിയും ഉമ്മമാനെ പറ്റിയിട്ട്. ഉമ്മമാന്റെ അഭിനയം ഉണ്ടല്ലോ, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ സമ്മതിക്കണം എന്ന്. ആ റിയൽ അഭിനയം എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം. അറിയില്ല. അതിന്റെ ഇടങ്ങേറ് നിങ്ങൾക്ക് അറിയില്ല. കാണിച്ചു തരാം എന്താ സംഭവം അല്ലേ? ചിരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ ഉണ്ടാവും മുമ്പിൽ കേട്ടോ. കാരണം ഞാൻ കണ്ടോടി നിങ്ങൾക്ക് തന്നെ അറിയാം ഉമ്മാന്റെ അഭിനയത്തിൽ കണ്ടോടി എന്താ ഉണ്ടാവില്ലെന്ന്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ലാഗ് ആക്കണില്ല, നമുക്ക് സംഭവങ്ങൾ തുടങ്ങാം. നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിക്കണേ. എന്നാ അമ്മ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാൻ പോണത് ആരൊച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സീന് നമുക്ക് ഉമ്മാക്ക് ആർക്കും കൊടുക്കാം. എല്ലാത്തിലും ഫസ്റ്റ് കാര്യം ചെയ്യാം. ഗൈസ്, ഫസ്റ്റത്തത് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ മോണ്ടന് കൊടുക്കാൻ വേണ്ടി പോവാണ്. മോണ്ടൻ ഫസ്റ്റ് കാട്ടി തരുമോ എങ്ങനെയാണെന്ന് സംഭവം. അപ്പൊ ഓൺ ആദ്യം ചെയ്യട്ടെ. ഓക്കെ ആണോ? കഴിഞ്ഞെ സത്യം അല്ലേ? ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, നമ്മൾ എന്തായാലും നമ്മൾ ഒരാളല്ലെങ്കിൽ എല്ലാരും പാടെ ചെയ്യേണ്ടി വരും. ഒരാൾ ഒറ്റക്ക് മാറിക്കൂല കേട്ടോ. എല്ലാരും ഈ സീൻ ചെയ്യേണ്ടി വരും. എല്ലാരും ആ സീൻ ചെയ്ത് കാട്ടി കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാനല്ല, ഫസ്റ്റ് നമുക്ക് ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചാം. അവിടെ സന്തോഷത്തിലിരിക്കല്ലേ. ഞാൻ പറഞ്ഞു സീൻ എന്താ അറിയോ? ഇമ്മമാനെ കല്യാണത്തിന് വിളിച്ചു. ഇമ്മമാന്റെ ബെസ്റ്റ് കൂട്ടുകാരത്തിയാണ്. ഇമ്മാന്റെ ബെസ്റ്റ് കൂട്ടുകാരത്തിയാണ്. അവിടെ മൂലൊക്കെ ഇരിക്കാതെ വെളിച്ചത്തേക്ക് വരും. കഴിഞ്ഞാൽ മാറിക്കാണ്. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ ഇരുന്നളി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മാന്റെ കൂട്ടുകാരത്തിന്റെ കല്യാണാണ്. ഇപ്പൊ ഉമ്മാനെ വിളിച്ചിക്കണേ. ഇമ്മാക്കാണെങ്കിൽ ഒരൊറ്റ ഡ്രസ്സുള്ളൂ. ആ ഒറ്റ ഡ്രസ്സാണെങ്കിൽ ഇമ്മമ്മ തിരുമ്പിട്ടിരിക്കണേ. ഉമ്മാക്ക് കല്യാണത്തിന് പോകാൻ വേറെ നിവൃത്തിയില്ല. കല്യാണത്തിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓള് തെറ്റും. അങ്ങനത്തെ വലിയ പ്രശ്നമാണ്. അത് പ്രസന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ ഗൈസ് റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ ഡ്രസ് നിങ്ങൾ തിരുമ്പിയോ? ഞാന് തിരുമ്പിട്ടു. അപ്പൊ എന്തിനു കല്യാണത്തിന് പോകണ്ടല്ലേ? ആ ഒറ്റ ഡ്രസ്സല്ലേ ഉള്ളൂ. പറഞ്ഞോട് അതല്ല, എനിക്ക് കല്യാണത്തിന് പോകാൻ ഒരു കൂട്ടം ഡ്രസ്സുള്ളൂ. നിങ്ങൾ എന്തിനാ തിരുമ്പ? ഞാൻ എന്താ കാട്ടാ? ഇനി എന്താ ഞാൻ പറയണത്? ഇപ്പൊ തിരുമ്പിട്ടു. ഞാൻ ഈ മഴക്കാലത്ത് എങ്ങനെ പെണ്ണ് പോയിട്ടില്ലെങ്കിൽ എന്നോട് തെറ്റുവാണ്. ഞാനല്ലേ ഒരു കൂട്ടുകാരിയാണല്ലോ റബ്ബേ ഓള്. നീ നഞ്ഞിട്ട് പോയിക്കോ. അത് ഓളോട് തരാൻ പറയുന്നേ. ഒന്നും പറഞ്ഞാൻ പറ്റൂല. ഇപ്പൊ തന്നെ കല്യാണത്തിന് പോണേ. ഞങ്ങൾ പൈസ എല്ലാരും പോയി എടുത്തിട്ട് നാളെ കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. കൊണ്ടുവന്നേരി. ഞാൻ ഇപ്പൊ തന്നെ പോട്ടെ. എങ്ങനെയായാലും തെറ്റിച്ചാൻ പറ്റാത്ത ഒരു കൂട്ടുകാരിയാണ്. ആരെങ്ങളോട് ഇങ്ങോട് ചോദിച്ചാൽ എന്റെ ഡ്രസ്സൊക്കെ തിരുമ്പിടാൻ പറഞ്ഞേ. ഞാനത് അറിഞ്ഞോ? പൈസ എടുക്കാൻ പോലും എങ്ങനെ പൈസ കാണാൻ നമ്മളിതില് കമന്റ് ബോക്സില് പിൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താ അറിയോ? അനു, മോനുട്ടൻ, വെല്ലിമ്മ, ഇമ്മ മാർക്ക് നിങ്ങളാണ് ഇടേണ്ടത്. അതായത് 100-ൽ എത്ര മാർക്ക് കൊടുക്കാന്ന് കൂൾ ചെയ്തിടാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഉമ്മാന്റെ കഴിഞ്ഞു. ഞാൻ അടുത്ത ഇമ്മമാന്റെയാണ് ഗൈസ്. സീനായി. അപ്പൊ അതിന് എത്ര മാർക്ക് കൊടുക്കണം നിങ്ങളാണ് കേട്ടോ ഗൈസ് പറയേണ്ടത്. ഉമ്മമാന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ സെയിം സീൻ തന്നെ. ഇതേ സെയിം സീന് കല്യാണത്തിന് നല്ല ഡ്രസ്. ഉമ്മമാന്റെ ഡ്രസ് ഇങ്ങോട്ട് പിന്നെ കല്യാണത്തിനല്ല മറകന്റെ കൂട്ടുകാരന്റെ കുടിയിരിപ്പാണ്. കല്യാണമൊന്നുമില്ല. പറഞ്ഞോളി, അത് തുടങ്ങിക്കോളി. എന്തോ ആവട്ടെ. ഇങ്ങോട്ട് ചെല്ലാൻ മറകന്റെ കൂട്ടുകാരത്തിന്റെ ആണ്. ഞാൻ പോവുകയാണെങ്കിൽ ഡ്രസ്സ് എവിടെ എന്നാലും എടുത്ത
അത് ഞാൻ തിരുമ്പിട്ടല്ലമ്മ. ഓ ജമ്മുട്ടിഞ്ഞി ഞാൻ എന്തും കൊണ്ടാ പോകും, എന്തിട്ടിട്ടാ പോയി ചെറുക്കി കീറിലിട്ടിട്ട് പോകാൻ പറ്റുമോ മനുഷ്യന്മാരടിക്ക്? നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ടേ നിങ്ങൾക്ക് കുടിയിരിപ്പിന് പോകാൻ ഡ്രസ്സ് തന്നെ തിരുമ്പിയത് ഇച്ചറിയുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ തിരുമ്പിട്ടില്ലല്ലേ? അതിപ്പോ അല്ല പുതുമ. നന്നായി ഏതായാലും. ഇത് ഉമ്മമാന്റെ റിയൽ ആക്ടിങ് ആണ്. ഇത് ഉമ്മമാന്റെ റിയൽ ആണ്. റിയലാണ്. വെരി 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 കൺഗ്രാറ്റുലേഷൻ. അവിടെ ഇരുന്നോളി. ഇമ്മമാന്റെ മാർക്കും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടിയാണ്. അതെ, ഞാൻ ഇനി അടുത്ത് മോണ്ടോ. മോണ്ടോ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇത് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇത് നമുക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. ചെയ്തോ. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. ഉമ്മന്റെ ഡ്രസ് അവിടെ തിരുമ്പിട്ടു. അപ്പൊ ഉമ്മയുടെ എത്ര വട്ടം പറഞ്ഞിക്കണം ഉമ്മ ഞാൻ കല്യാണത്തിന് പോകാൻ നിൽക്കുന്ന ഡ്രസ് തിരുമ്പിടരുതെന്ന്? അപ്പൊ ഇജ്ജിഞ്ഞോടെ പറഞ്ഞീനു അത് ചളി കണ്ടു. അറിയില്ല എന്തിനാ ഒരു വട്ടം ഇട്ട ഡ്രസ്സൊക്കെ എന്തിനാ തിരുമ്പാൻ നിൽക്കുന്നത്? ചളി കണ്ടാ പിന്നെ തിരുമ്പണ്ടേ? മണപ്പിച്ച് ഇങ്ങനെ നടന്നാ മതി. അതിനല്ലേ അവിടെ സ്പ്രേ ഉള്ളത്? അത് ശരി. അപ്പൊ കുളിച്ച ആഴ്ചയിൽ 1 2 ഷർട്ട് ഉണ്ടാവുള്ളൂ. അത് ഇന്ത്യയും പാടില്ല. കൂട്ടുകാരന്മാരുടെ ഷർട്ടൊക്കെ കൊണ്ടുവരുന്നേ. എന്നിട്ട് അത് എടുത്ത് തിരുമ്പിടും ചെയ്യും. മതിയോ? ഇത് ഞാൻ ഇന്റെ ആക്കിയാണ്. നിങ്ങൾ ഉണ്ടല്ലേ മോ ഉണ്ടല്ലേ? എനിക്ക് എവിടെ ഡ്രസ്? എനിക്ക് എവിടെ ഡ്രസ്? എന്താ കാട്ടുക? ആരുടെയും കൂട്ടുകാരന്മാരോട് ആരെയും വിളിച്ചോക്കാം. പിന്നെ കൂട്ടുകാരന്മാർക്ക് ഡ്രസ് തന്നെ പരിപാടിയാണല്ലോ. അല്ല പിന്നെ എന്താ പറ്റിപ്പോയില്ലേ? അപ്പൊ ഇതില് കൂടുതൽ ഇമ്മയാണല്ലോ പറയണേ. ഇത് ഉമ്മാന്റെ അഭിനയാണോ? ഇനി അടുത്തത് അനിയ. എനിക്ക് പേടിയാണ്. എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ചിരി വരിക. ശരി ഉണ്ടാവൂലേ? ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഉമ്മ ഞാനവിടെ വെച്ച ഡ്രസ് അവിടെ. അത് നനഞ്ഞു കൊണ്ടുവന്നതല്ലേ? അപ്പൊ ഉമ്മാനോട് ആരോ തിരുമ്പാൻ പറഞ്ഞേ? ഞാൻ ഉമ്മാനോട് പറഞ്ഞോ? ഉമ്മാനോട് എന്താ പറഞ്ഞേ? ഒളിച്ച പിന്നെ തിരുമ്പിടണ്ടേ? അപ്പൊ എന്തിനീ തിരുമ്പാൻ നിക്കണേ? എന്തിനാണ് ഞാൻ അവിടെ മൂലക്ക് ഞാൻ ഓൾറെഡി കൊണ്ടു വെച്ചാല് പിന്നെ എന്തിനാ ഉണ്ടാക്കാൻ നിക്കണേ? ഞാൻ 100 വട്ടം പറഞ്ഞു ഞാൻ കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ ഇതാക്കാൻ നിൽക്കരുതെന്ന്. ഞാൻ നല്ല മതി ഞാൻ നോക്കിക്കൊണ്ട് ഉമ്മ എന്തിനാ എടുക്കാൻ നിക്കണേ? ചളി കണ്ടാ തിരുമ്പണ്ടേ? ചളി കണ്ടേ? ചളി അവിടെ നോട്ടെ. നാളെ തൊട്ട് തിരുമ്പിടില്ല ഒന്നും. ഉമ്മക്ക് എന്താ പറയാള്? എന്താ പറയല്? നല്ല പോലെ എപ്പോ നോക്കിയാലും തന്നെ പരിപാടി. ഏതെങ്കിലും ഡ്രസ് അവിടെ കൊണ്ടുപോയി ചാടികളി എനിക്ക് ചോദിച്ചിട്ട് എന്തിക്കൂടെ? ഞാൻ അറിഞ്ഞോ? ചോദിച്ചിട്ട് തിരുപ്പിക്കൂടെ? എന്താണ് ഒരു സാധനം ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പാടില്ല? ചാളിയായി കണ്ടു. അപ്പൊ ഞാൻ തിരുമ്പിട്ട് ജോലോട് ചോദിച്ചാ പോലെ സാധനം തിരുമ്പണ്ട. അതന്നെ 1 2 വട്ടം പാട്ടത്ത് കണ്ടങ്ങൾക്ക് തിരുമ്പൂലോ. സ്ഥിരം പരിപാടി തന്നെ ഇത്. എപ്പോ നോക്കിയാലും കാണാം ഏതെങ്കിലും ഡ്രസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ എടുത്താണ് തിരുമ്പാൻ കൊണ്ടുവയ്ക്കും. ഒരു സമാധാനമായപ്പോ ഞാൻ എന്തിട്ടാണ് അങ്ങോട്ട് പോവുക? ഞാൻ പോണില്ലെന്നാ നല്ല പോലെയോ. ഗൈസ് താഴത്തെ ആൾക്കാർക്ക് അവിടെ പാളി ഒന്ന് നോക്കുന്നുണ്ട്. പടച്ചോരെ അവിടെ കച്ചറ ഇവിടെ വീഡിയോസ് ആണ്. കണ്ടില്ലേ? അവിടെ ആരൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഇന്റെ അഭിനയം ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇമ്മാന്റെ ഉമ്മമാന്റെയാണ്. നല്ല അടിപൊളിയായി ചെയ്തേക്കണ്. ഇനി അടുത്ത കേട്ടോ അതായത് ഫസ്റ്റ് ഇത് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളെ ആക്ടിങ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിട്ടോ. അടുത്ത സീൻ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രപ്പോസൽ ചെയ്യുക. അതായത് ഉമ്മ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മക്ക് ഒരാളെ ഇഷ്ടമാണ്. ഇമ്മ പോയിട്ട് അയാളോട് ഐ ലവ് യു പോയിട്ട് പറയുന്ന സീനാണ്. ഓക്കെ. ഇമ്മ എന്നാണ് ഇന്നെ പ്രപ്പോസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായി. പ്രപ്പോസ് ചെയ്യാൻ ഉമ്മക്ക് മനസ്സിലായോ? ഉമ്മക്ക് ഒരാൾ ഇഷ്ടമാണ്. കല്യാണം ആലോചിച്ചല്ലേ പ്രപ്പോസ്. ഉമ്മക്ക് ഒരാൾ ഇഷ്ടമാണ്. ഉമ്മ പോയിട്ട് അയാളോട് ഇഷ്ടാന്ന് പറയുന്ന സീനാണ് ഗൈസ്. അത് നമ്മൾ ലാഗ് ആക്കണില്ല. വേഗം തുടങ്ങാം. അതെ. ആരാണ് ഫസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉമ്മ കൊടുക്കാം. ആയിക്കോട്ടെ. ഫസ്റ്റ് ഉമ്മ തുടങ്ങിക്കോട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇന്നെ ഒന്നാണ് ഉമ്മ പ്രപ്പോസ് ചെയ്യാൻ. ഞാൻ ഇവിടെ ഇങ്ങനെ പെൺകുട്ടിയാണ് ഇവിടെ ഇങ്ങനെ കാത്തിങ്ങനെ നിൽക്കാം. പെൺകുട്ടി ആൺകുട്ടി. ഓ ആൺകുട്ടിയാണ്. ആൺകുട്ടിയാണ്. ഓക്കെ. അമ്മ പെണ്ണ്. ചെല്ലി മോനെ എന്റെ പേര് എവിടെ വെക്കിയേ? പിന്നെ നല്ല ഇഷ്ടമാണടാ. എന്റെ പേര് എവിടെ? ഇതേവിടെ തന്നെ. എന്ത് ഒന്നുമില്ല ചോദിച്ചാണ്. ക്രഷ് അടിച്ചോ? എന്തടിച്ചോന്ന്? അല്ല ഇങ്ങനെ പ്രണയം കഴിഞ്ഞോ? ഇതാണ് പ്രണയം? അറിയുന്ന ആള് കാട്ടി. ആയിക്കോട്ടെ. ഓനെ തന്നെ കേട്ടോ. സമയം എത്രയാടാ? സമയം 4:30. ഇതെങ്ങട്ടാ? ഞാൻ ഇവിടെ കോളേജിൽ. എന്താ പഠിക്കണേ? ഞാൻ ഇവിടെ +2. പെരിയിലാർക്കണ്ടേ? ഞാനും ഇമ്മമ്മി ആക്കി. ഉമ്മ സെൻസസ് എടുക്കാൻ വന്നേ. പോട്ടെ. എന്ന് ഈ ബസ്സിന് തന്നെ പോലെ? അങ്ങനൊന്നുമില്ല. ഞാൻ തോന്നുമ്പോ ഇപ്പൊ ബസ് ഉണ്ടോ? അപ്പൊ ഒരു ബസ് വരാണ്ട്. എന്ത് ചോദിച്ച കഴിഞ്ഞ ഇമ്മ എന്താ ഓന്റെ അളവ് എടുക്കാണോ? ചുറ്റിനേരെ കറങ്ങിട്ട് ഇതെന്താ മോറൊക്കെ പൊത്തിക്കണേ? നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടായി എന്നെ. ഞാൻ എന്നെ കെട്ടട്ടെ?
കഴിഞ്ഞോ ഇനി അടുത്തത് മോനിട്ട് മോട്ടനല്ല ഇജ് ഞാൻ ഇങ്ങനെ നിക്കട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ്, ഹലോ, എന്താ പേരെന്താ? എന്റെ പേര് നസീറ. ഞാനേ ഇങ്ങനെ വന്നപ്പോ കുറച്ച് ദിവസമായി ഇങ്ങനെ കാണും ഇവിടെ ഇങ്ങനെ നിക്കണത്. എവിടെ പേരെവിടെ? പേര് ഇവിടെ തന്നെ. ആ, എനിക്കെന്തറിയാം, എനിക്ക് കുറെ നേരം ഞാൻ എന്നും ഈ ടൈമിൽ ഇങ്ങനെ വന്ന് നോക്കില്ലേ, കണ്ടപ്പോ തന്നെ ഇഷ്ടമായി പറയാൻ വേണ്ടി ഇങ്ങനെ എന്താണ്. എന്താ പേരെന്താണ്? പേര് ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴൊന്നും പറയില്ല. ആ, നമ്പർ ഒന്ന് തരും. ഇനിയിപ്പോ ഫോണില്ലല്ലോ, എന്തേലും ഒരു വാട്സപ്പ് ഉണ്ടോ? ഒന്നുമില്ല. പെരക്കാർ നമ്പറെങ്കിലും. കല്യാണാലോചന വന്നാലും വരിക പെരക്കാര് ബാപ്പാട്ടോ. കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഗ്യാപ്പൊന്നുമില്ല. ഇല്ല, പെരിയില് ചെന്ന് സംസാരിച്ചാലും പറ്റൂല. എന്റെ കല്യാണം കഴിഞ്ഞാങ്ങായി. കുഴപ്പമില്ല, എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പറയാൻ വേണ്ടി. എന്റെ മാപ്പിളിനോട് ചോദിച്ചോക്കട്ടെ എന്നാല്. ഓക്കെ, അടുത്ത കഴിഞ്ഞു. ഇത് അതിനനുസരിച്ചുള്ള മറുപടി ഒന്നല്ല ഉമ്മ പറയുന്നത്. പിന്നെയാണെന്താ പറയാ, നിമ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത് വേറെ പോയിക്കണേ, യൂണിവേഴ്സിറ്റി പോയിക്കണേ. ഞാൻ നല്ല ഫ്ലോയിൽ വരികയാണ്, ഉമ്മ വളാക്കി. നമുക്ക് വലിയ പ്രേമിച്ചിട്ട് ഞാൻ ഇന്നേ വരെ ആരും പ്രപ്പോസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഞങ്ങള് പിന്നെ ശീലിച്ചുള്ള ആൾക്കാരാണ്. ബുദ്ധി ഉണ്ടാവും എനിക്ക്, പരിചയം ഉണ്ടാവും. ഉമ്മ അവിടെ നിക്കി, ഇവിടേക്ക് സാധാരണ ഞാൻ പെൺകുട്ടി മറ്റേ എന്റെ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മണ്ടലാണ്. ആ മണ്ടലല്ലോ ആടിയത്. എടുക്ക് അഭിനയിച്ച്. അപ്പൊ എനിക്കുള്ള ഇഷ്ടമുള്ള ആളാണ് ഉമ്മ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഹലോ കുട്ടി എന്താ ചെയ്യണേ? പഠിക്ക. എത്രല്ലേ പഠിച്ചണേ? പ്ലസ് ടു ല്ലേ? പേര് എവിടെയാണ്? ഇവിടെ തന്നെ, അങ്ങാടി തന്നെ. പിന്നെ ചോറ് പിന്നെ കുട്ടീന്റെ പേരെന്താനി? പേര് നസീറ. നസീറ. ഞാൻ ഇങ്ങനെ കാണലുണ്ട്, പക്ഷേങ്കില് എപ്പോഴെപ്പോഴും കാണലുണ്ടായിനി. ഇത് ഇന്റെ ഡയലോഗ് അല്ലേ? ഇന്റെ കോപ്പടിച്ചിട്ടോ ഞാനല്ലേ? ബാക്കി പറഞ്ഞോ. ആകെ പോയി, എല്ലാം പോയി. ഒന്നും പോയിട്ടില്ല, പറയണ്ടൊക്കെ പോയി. ഓക്കെ, ഒന്നും പറയാൻ ചോദിച്ചാണ് കേട്ടോ അമ്മ. അതായത് ഇപ്പൊ എന്താ ചെയ്യണേ? പഠിച്ചല്ലേ? പെരിയിൽ ആരൊക്കെയുണ്ട്? അന്നെ കുത്തിയാണല്ലോ. കല്യാണം കഴിഞ്ഞോ? ഏട്ടന്മാര് കെട്ടാണ്ട്. ആണോ? സിംഗിളാണോ? എന്ത് സിംഗിള്? ഒറ്റക്കൊരു പെണ്ണുള്ളോന്ന്. സിംഗിളാണെന്ന് ചോദിച്ചു അമ്മക്ക് ലവർ ഉണ്ടോന്ന്. അതൊന്നും എനിക്കറിയില്ല പറയാൻ. എന്ത് സിംഗിള് ചോദിച്ചാല് അല്ല. അപ്പൊ സിംഗിൾ അറിയുമ്പോ ആ സിംഗിളാണ് പറഞ്ഞ കേട്ടോ. കുട്ടി സിംഗിളാണോ? അപ്പൊ എന്നാ കാണാം അല്ലേ? ഇടയിലേക്ക് വെച്ച് പ്രപ്പോസ് കഴിഞ്ഞോ? ഇതില് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, എന്നാ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് അതും കഴിഞ്ഞു. അതായത് പ്രപ്പോസൽ സീനും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അടുത്തെന്താണ്? ബുക്ക് എടുക്കും. ഈറ്റിംഗ് സീന്. അതായത് ഫുഡിങ്ങിന്റെ ഇപ്പൊ ഒരാളെ മുമ്പില് ഒരു ഫുഡ് കൊണ്ടുവന്ന് വെച്ചു, അത് കഴിക്കണ സീന്, അതായത് കഴിച്ചിട്ടുള്ള എക്സ്പ്രഷന്റെ സീന്. ഫസ്റ്റ് ഉദാഹരണത്തിന് മോണ്ടൻ കാട്ടിത്തരും എങ്ങനെയാണ് മോണ്ടൻ. ഓക്കെ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവൂലേ? ഓക്കെ, മമ്മ നോക്കിക്കോളിട്ടോ, കണ്ടോളി, നോക്കിക്കോളി, കണ്ടുപഠിച്ചോട്ടെ. ഞാൻ തിന്നണ വായിക്കാനെ തിന്നരുത് കേട്ടോ. നമ്മള് സാധാരണ തിന്നണ എന്താ തിന്നണ എന്തേലും മന്തിയോ ചോറ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ തിന്നാണ്. എറുമ്പിനൊക്കെ പൊക്കി തിന്നുണ്ട്. എന്താണത്? യെല്ലോ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ 2 കൊണ്ടെന്ന് വെച്ചാ അങ്ങനെ തിന്നണില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആക്കിട്ട് ഇപ്പൊ എന്താ തീറ്റ മാത്രമല്ലോ. കഴിഞ്ഞോ? എന്നാ ഞാൻ കിടക്ക്. ഞാൻ അടുത്ത ഇമ്മ ശരിക്ക് തിന്നിട്ടമ്മ. എനിക്ക് ശരിക്ക് തിന്നാ അറിയാത്തോണ്ട് ഞാൻ അങ്ങനെ കാട്ടുന്നു. ഞാൻ തിന്നലില്ല. മന്തി കേട്ടോ, ചിക്കൻ ഉണ്ട്, ഉള്ളിണ്ട്, മുളകുണ്ട്, പിന്നെ നാരങ്ങണ്ട്, വെള്ളമുണ്ട്. ആയിക്കോട്ടെ, ഒക്കെ ഉണ്ടായിക്കോട്ടെ. തിന്നട്ടെ? എന്താ പോയിച്ച് കൂട്ടാന് മന്തിന്റെ ചോറും കൂടി കൂട്ടാൻ. മന്തി പാത്രത്തിക്ക്
കോരിട്ടത് ആ, ഓക്കേ, ഓക്കേ, മന്തി കോരിയാട്ടോ. കോരി തന്നിക്കണ അവിടെ. ആയിക്കോട്ടെ. പിന്നെ മയോണൈസ് ഇതൊക്കെ ഒഴിച്ചു. നാരങ്ങ പിഞ്ചട്ടോ. ക്യാമറക്ക് നോക്കിട്ട് പറയും. നാരങ്ങ പിഞ്ഞുട്ടോ. നാരങ്ങ ഹലോ, ഇത് ഫുഡ് ഉണ്ടാക്കല് ചാനലല്ല. ചോറ്റക്ക് നാരങ്ങ ഒക്കെ പിഞ്ചട്ടെ. മുളക് എടുത്തുന്ന അല്ല അതോ ആ കാലി ചിക്കന്റെ കാലിയൊന്നുമില്ല. വെള്ളം കുടിച്ചട്ടെ. എന്താ അലാസ്റ്റിക് കടിച്ചു കയറിയേ. മമ്മാക്കിതാ ഇവിടെ മന്തി ഉണ്ട്, ഇപ്പുറത്ത് വെറുംചോറുണ്ട്, ഇപ്പുറത്ത് ബിരിയാണി ഉണ്ട്, ഇവിടെ നെയ്ച്ചോറുണ്ട്. അതിൽ ഏതാച്ചാ മമ്മാക്ക് എടുത്ത് കഴിക്കാട്ടോ. തുടങ്ങിക്കോളി അപ്പം. ബിസ്മിയൊക്കെ ചൊല്ലി തിന്നോളി. ബിസ്മി ചൊല്ലിക്കണ്. മന്തി മതിച്ചു. മമ്മാക്ക് മന്തി മതി. മമ്മ മീൻ കൂട്ടാൻ കൂട്ടിക്കടി. മമ്മന്റെ കൈയിന്റെ അപ്പുറത്ത് എന്താണ് ഇറച്ചി. മമ്മ ബീഫ് പൊരിച്ചത്. മമ്മന്റെ കാലിന്റെ അകത്ത്. ഒറിജിനാലിറ്റി. എന്താ കക്കറിയോ? കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കെ. മാമാടെ ഞാൻ ഓക്കെ റെഡി സ്റ്റാർട്ട്. എന്റെ ഒന്നും ഉണ്ടാക്കണേ. മന്തി നല്ല രസമുണ്ട്. മന്തി നല്ല രസമുണ്ടല്ലേ? എന്താ പോയോ? കുറച്ച് ഒച്ച ഉണ്ടാക്കല്ലേ. അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. 100 എനിക്കൊക്കെ പൊട്ട 0 ഞങ്ങൾക്ക് അമ്മാതി തിന്നല തിന്നത്. ഇമ്മമാന്റെ നല്ല അടിപൊളി തിന്നലാണ്. ഇമ്മമ്മ മറ്റേ എന്താ പറയാ മന്തിന്റെ ഒപ്പം മീനൊക്കെ കൂട്ടിക്കണേ. അതില് മീനൊന്നും ഇല്ല, അറിയോ? കോഴിയാണ്. അപ്പൊ ഇനി അടുത്ത കേട്ടോ. അപ്പൊ നമ്മളെ ചലഞ്ച് കഴിഞ്ഞു. ഇനി അടുത്തല്ലേ നമുക്ക് കുറച്ച് ചോദ്യൻസുകളുണ്ട്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് വെച്ചിരിക്കണേ. അതായത് ഓരോരുത്തരോട് ചോദിച്ചു നോക്കാറുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആർക്ക് വേണം എന്തെങ്കിലും കൊടുക്കാം. നീച്ചിക്ക് ഒരു കാര്യം പറയുമ്പോ നീച്ചിക്കണം. ഓക്കെ, ബഹുമാനം തരണം കേട്ടോ. സംഭവം ഉത്തരവാദിത്വത്തിന് മകനാണ് ഞാനെന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ബഹുമാനിച്ച് കിട്ടണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ തുടങ്ങിയല്ലോ. അപ്പൊ ഓക്കെ, ഞാൻ ചോദിക്കാട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഉമ്മാനോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് ഇമ്മാക്ക് എന്ത് മനസ്സിലായി? ജീവിച്ചതിൽ നിന്ന് കൊറേ പാഠങ്ങൾ മനസ്സിലായി. ഏത് സ്കൂളത്തെ പാഠം? അല്ല, ജീവിതം ഇങ്ങനെയാണ് ജീവിക്കണ്ടേന്ന്. എങ്ങനെ അല്ല, മറ്റേ നമുക്ക് ആരോടും മുണ്ടാനോ ഒക്കെ ഒരു പേടി. ആരോട് എന്താ മുട്ടിയെന്ന് ചോദിച്ചാല് മറുപടി പറയാനൊക്കെ ഒരു പേടിയാണ്. എന്താ നമുക്ക് പറയാന്നില്ല, അറിയില്ല. എന്നിട്ട് നമ്മള് കൊറേ ആൾക്കാരുമായിട്ടൊക്കെ എങ്ങനെ ഇടപഴകി. അതല്ല ഉമ്മയോട് ഞാൻ ചോദിക്കണത്. ഗായ്സ്, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര കാലം ജീവിച്ചിട്ട് ഉമ്മാക്ക് എന്ത് മനസ്സിലായി? ജീവിതം ഇതൊന്നൊന്നല്ലാന്ന് മനസ്സിലായി. ജീവിതം ഒന്നും ഇമ്മാക്ക് മനസ്സിലായി. ജീവിതം ഒന്നും അല്ലാന്ന് ഉമ്മാക്ക് മനസ്സിലായി. അടുത്ത ഉമ്മമാക്ക് വരി. ഇമ്മമ്മ ഇത്രയും കാലം ജീവിച്ച് അതിന് ഉമ്മമാക്ക് എന്താ മനസ്സിലായി? എന്താ ഒരുപാട് കഷ്ടപ്പാടൊക്കെ കഷ്ടപ്പെട്ടു. ഇപ്പൊ ജീവിതം
എന്താണ് പൈപ്പൊളിച്ച് മനസ്സിലായത് അങ്ങനെ ജീവിച്ചു പോണ് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അനക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? ജീവിതത്തിൽ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും തളരരുത്. അതായത് ഞാൻ ചിരിച്ചിടുന്നുണ്ടെങ്കിലും ഗൈസ് എനിക്ക് പറയാനുള്ള അതാണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും തളരാതെ ചെയ്യാനുള്ള കാര്യം ഒന്ന് ഫോക്കസ് കൊടുത്താണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നടക്കും. അതാണ് എനിക്ക് പറയില്ല. അതാണ് എനിക്ക് ജീവിതത്തിന് മനസ്സിലായ ഒരു സംഭവം. എനിക്കെന്താ ജീവിതത്തിൽ നിന്ന് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരെയും നമ്പരുത്. എപ്പോഴും നമ്മൾ ഒരൊറ്റ ഇതിൽ നിൽക്കണം. ഇപ്പൊ അന്നെ നമ്പിയിട്ട് ഞാൻ നിൽക്കാൻ പാടില്ല, ഇന്നെ നമ്പിയിട്ട് ഇന്നെ നമ്പിയിട്ട് ഈ നിൽക്കാൻ നിൽക്കരുത്. എല്ലാവർക്കും ഒരൊറ്റ ഇത്. അപ്പൊ എന്താ നമുക്ക് ആര് പോലും ഒരു പ്രശ്നമല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. അതാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായത്. ഏതൊരു കുട്ടി തേച്ചാണ് അതാണത്. ഓക്കെ ഗൈസ്, അത് അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളത് അടുത്തത് വരുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചടാ. ചെറുപ്പം തൊട്ട് ഇന്നേ വരെ ഇമ്മ എന്തൊക്കെ ജോലികൾ ചെയ്തിക്കണേ ഇതുവരെ? ഇഷ്ടം പോലെ നല്ല പോയിക്കണ്, കളക്കാൻ പോയിക്കണ്, പിന്നെ ഈ പ്രസവിച്ച് നടക്കുന്ന കുട്ടികളെ നോക്കാൻ പോയിക്കണ്, വീട്ടു ജോലിക്ക് പോയിക്കണ്, ഗൾഫിൽ പോയിട്ട് അവിടെ അധ്വാനിച്ചിക്കണ്, പ്രായമായ ഒരു വല്യമ്മാനെ നോക്കിയിരിക്കണ്, അതിന്റെ കഴിഞ്ഞ് ചവിട്ട് വരെ കിട്ടിക്കണ്. ഒരുപാട് കഷ്ടപ്പെട്ടിക്കണ്. തൊഴിലുറപ്പില് പോയിക്കണ്. കഷ്ടപ്പെട്ടതൊന്നും ഒരു അതിരില്ല എന്റെ പൊന്നോ. ഇപ്പൊ എന്നാ സമാധാനാണ്. അല്ല, ഞാൻ പണിന്റെ കാര്യം ചോദിച്ചു. ഏതൊക്കെ പണിക്ക് വെക്കണെന്നാ ചോദിച്ചു. കൊറേ പണിക്ക് ഏറ്റുക, കളക്കുക, വെട്ടുക, അങ്ങനെ അത്രയൊക്കെ പണിക്കാണ് ഉമ്മ പോയത്. ഇനി അടുത്ത് ഉമ്മ ഇവിടെ വരും. എന്താണ് കാലിന് കാലിടാന്നല്ല അവിടെ വീണില്ലേ? എവിടെ? നമ്മളെ പെരണ്ടോട് കാര്യപ്പോ അങ്ങനെ മുട്ടുത്തിയപ്പോ കാലിന്റെ ഇവിടെ അവിടെയും പോയി അവിടെയും പോയി കഴിഞ്ഞാല് നന്നായി. ഞാൻ അപ്പോഴും പറഞ്ഞ ഇന്റെ ഒപ്പം പോന്ന ആ കുന്നുമലി അവിടെ കാര്യം തന്നെയാണ്. കുന്നുമലയും കയറിട്ട് ഉമ്മ എന്തൊക്കെ ജോലികൾ ഇതുവരെ ചെയ്തിരിക്കണം? ഇത്രയും കാലം ജീവിച്ചത് 67 വയസ്സായി. 67 കൊല്ലം കൊണ്ട് ഉമ്മ എന്തൊക്കെ ജോലികൾ ചെയ്തിരിക്കണം? ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് കൂലിപ്പണി എടുക്കാണ്. എന്താ വെച്ചാല് എന്റെ കീപ്പട്ടിലെ കുട്ടികളെ നോക്കണം, പഠിച്ചാൻ പോകാൻ പറ്റിയിട്ടില്ല. കഷ്ടപ്പാട് തന്നെയാണ്. എന്റെ കീപ്പട്ടി 7 കുട്ടികളുണ്ട്. ഇപ്പം ഇമ്മയും പണിക്ക് പോകും. ഇറ്റങ്ങളെ നോക്കണം, പെരിയിലെ പണിയെടുക്കണം. അപ്പൊ അത് കാരണം പഠിപ്പിക്കാനൊന്നും ഇന്നെ വിടാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഞാൻ കൂലിപ്പണി, പിന്നെ കാട് വെട്ടാൻ പോയിക്കണ്, ചുമട് കയറ്റാൻ പോയിക്കണ്, മോടം, നിങ്ങൾക്ക് അറിയില്ല മോടം, പറമ്പില് നെല്ലുണ്ടാക്കിയിട്ട് അത് ഈ അസംഗത്തൊക്കെ നെല്ലുണ്ടാക്കിയിന്, അവിടെയൊക്കെ മോടം കൊത്താൻ പോയിക്കണ്. കരിഞ്ചാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കരിഞ്ചാക്ക് കയറ്റാൻ പോയിക്കണ്, മരം ഈ ലോഡ് കയറ്റണ മരം കയറ്റാൻ പോയിക്കണ്, പാടത്ത് നെല്ല് നടാൻ പോയിക്കണ്, കൊയ്യാൻ പോയിക്കണ്. ഇമ്മ എടുക്കാത്ത പണി, ചാണകം കയറ്റാൻ പോയിക്കണ്, എല്ലാ പണിയും കല്ല് വെട്ടല് മാത്രം പഠിച്ചിട്ടില്ല. നമുക്ക് ടൈം ഉണ്ട്. ആ പണിയല്ലാത്ത പണി, കല്ല് വെട്ടുന്ന പണിയല്ലാതെ കല്ല് കയറ്റാൻ ഷാപ്പിംഗ് ഡബ്ബർ വെട്ട് വരെ ഞാൻ പഠിച്ചു. ഓക്കെ, അതാണ് മമ്മ 67 കൊല്ലം കൊണ്ട് മമ്മ പഠിച്ച പണിയാണ്. ഇപ്പൊ ഒരു 15 കൊല്ലം 15 കൊല്ലം ഒന്നല്ലടാ. എന്റെ കുട്ടികൾ വലുതായതിന്റെ ദിവസം ഞാൻ പണിക്ക് പോയിട്ടില്ല. എന്റെ മാനും കയറി വലുതായതിന്റെ ദിവസം ഞാൻ പണിക്ക് പോയിട്ടില്ല. പിന്നെ ഞാൻ പണിക്ക് പോയത് നിങ്ങളെ കൊടുത്തിട്ട് മൈസൂരിൽ നിന്ന് വന്നിട്ടാണ്. പിന്നെ ഞാൻ പണിക്ക് പിന്നെ 2ാം വാരം എൻ്റെ അമ്മാൻ്റെ പറഞ്ഞത് നിങ്ങളെ പോറ്റാൻ വേണ്ടി. ഇന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇമ്മയും ഇമ്മയും തൊഴിലുറപ്പിലുണ്ടായി. തൊഴിലുറപ്പല്ല, കുടുംബശ്രീ. നിങ്ങളെ അനുവിനെ 40 കഴിഞ്ഞിട്ട് കൊടുത്തിട്ടേ നിങ്ങളെ വാപ്പ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞങ്ങള് പിന്നെ അമ്മായി കുട്ടികളെ നോക്കും, ഞാനും ഉമ്മയും പണിക്ക് പോകും. അങ്ങനെ ഞങ്ങള് ആ പാപ്പാനെ കൊണ്ട് ഒറ്റക്ക് കഴിയൂലല്ലോ. ആ പാപ്പാന്റെ 3 കുട്ടികളും, അമ്മായി, ആപ്പാപ്പി, ഞാനും ഉമ്മയും. ഞാൻ പണിക്ക് പോയോത്തുന്നൊക്കെ വന്നിട്ട് നിങ്ങളെ നേഴ്സറി കൊണ്ടാക്കി വന്ന് പിന്നെയും പണിക്ക് പോകും. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ ഞാൻ പണിക്ക് പോകും. ഞാൻ ഏതായാലും പോകും. അത് പണിക്ക് പോയതാണ് ചോദിച്ചോ. അപ്പൊ ഓക്കെ, അതൊക്കെ. ഇനി അൻ്റെത് ഇജ് ലൈഫിൽ എന്തൊക്കെ പണികൾ എടുത്തുക്കണം, എന്തൊക്കെ ജോലി ചെയ്ത്? ഞാൻ ഫസ്റ്റ് പണിക്ക് പോയത് എന്തിനാണ്? മൊബൈൽ ഷോപ്പ് അല്ല, മൊബൈൽ വർക്ക് പഠിച്ച. അതാണ് ഞാൻ ഫസ്റ്റ് പണിക്ക് പോയത്. ഇജ് ചെയ്തിരിക്കണ മേഖലകൾ പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തിരിക്കണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം വെറുതെ ഷോപ്പിൽ നിൽക്കാൻ പോയിനി. അതായത് എന്ത് ഷോപ്പാണെന്ന് എനിക്കറിയില്ല, എന്തൊരു ഷോപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് നിൽക്കാൻ പോയത്. പിന്നെ ഒരു മൊബൈൽ കടയ്ക്ക് നിൽക്കാൻ പോയി. പിന്നെ മൊബൈൽ നന്നാക്കാണ് പണിക്ക് പോയി. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ടൈല് പണിക്ക് പോയി. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് പെരപ്പണിക്ക് പോയി. പിന്നെ ഉള്ളത് പറഞ്ഞാൽ പെയിന്റ് പണിക്ക് പോയി. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അടക്ക വാരാൻ പോയി. മണലേറ്റാൻ പോയി. പോലീസ് ഉണ്ടാവും മാമാനെ. പിന്നെ ഉള്ളത് മണലേറ്റാൻ പോയി. ഉള്ളത് നമ്മള് പറയാനല്ലോ, മണലേറ്റെങ്കിൽ മണലേറ്റ. ഇന്നല്ല, കുറെ പണ്ടാണ് നമ്മൾ അങ്ങനെ പോയത്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെയും കുറെ കാലം ഞാൻ മൊബൈൽ ഷോപ്പിൽ തന്നെയാണ്. മീൻ പിടിച്ചാൻ പോണൊക്കെ പണി തന്നെയല്ലേ. രാവിലെ പോയ വൈകുന്നേരം പൈസ കിട്ടണ്ടേ. അങ്ങനെ ഗൈസ്
ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്തു വന്നിരിക്കണം. ഞാൻ അടുത്താന് ഞാൻ ചെയ്തിരിക്കണ ഞാൻ സെയിൽസ്മാൻ ആയിട്ട് കുറെ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. അതായത് കുറെ ഷോപ്പുകൾ, ഡ്രസ്സിന്റെ ഷോപ്പിൽ, മൊബൈൽ ഷോപ്പിൽ, അതേപോലെ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതേപോലെ അതായത് നമ്മളെ ഈ KCBന്റെ ഒരു വർക്ക് ഉണ്ട്, അതിന് പോയിക്കണം. പോസ്റ്റമ്മ കയറാന്, മരം കയറാൻ അതുകൊണ്ട് കൊണ്ടുപോയതാണ് മതിയായി പോകുന്നത്. അങ്ങനത്തെ പരിപാടിക്ക് പോയിക്കണ്. പിന്നെ എന്തിനൊക്കെ പോയിക്കണ്. പിന്നെ അതേപോലെ മാർബിൾ, ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് സാധനം ടൈലിന്റെ പരിപാടി ഇല്ലേ, ആ പണിക്ക് പോയിക്കണ്. കറണ്ടിന്റെ വയറിങ്, അതായത് നമ്മള് ഈ വയറിങ്ങിന്റെ പരിപാടിക്ക് പോയിക്കണ്, ഈ പെര വയറിങ്ങിന്റെ ആ പരിപാടിക്ക് പോയിക്കണ്. അങ്ങനെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പരിപാടിക്കൊക്കെ പോയിക്കണ്. പിന്നെ സെയിൽസ്മാൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഇന്നേ വരെ പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് എന്താണ്? ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് പെര. രണ്ടാളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് രണ്ടാൾക്കും ഒരു ഒറ്റ മറുപടി ഉള്ളൂ, അത് നമ്മളാ പേരാണ് അവിടെ പേരെടുത്തതാണ് സ്ഥലം. അങ്ങനെ ആർക്കും പറയരുത്. ലൈൻ ഉണ്ടായില്ല, ഒരു സ്ഥലം വാങ്ങിയത് ഞങ്ങൾക്കോ പറ്റും. പെടരുത്. ഇനി അൻ്റെത് എപ്പോഴും ഇൻ്റെത്. ഓക്കെ, എനിക്ക് ലൈഫിൽ ഏറ്റവും ഇതായ പ്രശ്നം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ടായിരിക്കണം. ഇതിലിപ്പോ ഏതാ പറയാ? ഒന്നല്ലത് ആരെയും നമ്പരുത്. അതായത് അത് ഞാൻ പറഞ്ഞ അല്ല, സത്യം എനിക്കുണ്ട് അനുഭവേ. അതായത് അതായത് ഒരാളെ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്ത്, അതായത് ഉദ്ദേശിച്ചത് വേറെ അല്ല, ഫ്രണ്ട്സിന്റെ കൂട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലുത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ പ്രതീക്ഷ കൊടുക്കരുത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു ഇതുണ്ടായിന്, അതായത് ഓവർ പ്രതീക്ഷ കൊടുത്താണ് എനിക്ക് പുറത്തു പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ കുറെ പുതിയ ചെന്ന് കുറെ അതിന്റെ പിന്നാലെ നടന്ന് അവസാനം മൂഞ്ചി, കുറച്ച് പൈസയൊക്കെ അങ്ങനെ പോയി, അങ്ങനെ മൂഞ്ചിക്കണം. അതാണ് ഇപ്പൊ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക്. അതായത് നമ്മൾ ഓവറായിട്ട് ഒന്നിനും ഫോക്കസ് ചെയ്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൈ വേണം, ഒന്നെങ്കിൽ പഠിത്തത്തിൽ എന്തെങ്കിലും കൈ വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ് ഇതൊന്നും ഒരു കഴിവില്ലാതെ നമ്മളൊന്നിനും നിന്നിട്ട് കഴിയില്ല. ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. കുറെ മൂഞ്ചിക്കണം, അതാണ് സംഭവം. ഞാൻ ഇന്ത്യതെന്ന് പറയാനാണെങ്കിൽ ഗൈസ് നമ്മളൊരു 5 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിന് മുമ്പ് നമുക്കൊരു റിലേഷൻ ഉണ്ടായിന്. ഞമ്മക്കല്ല, എനിക്കൊരു റിലേഷൻ ഉണ്ടായിന്. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും തോൽവി പറ്റിയത്. അത് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ ഒരു സംഭവം. അത് എന്താ എങ്ങനെയൊന്നും കൂടി പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കേ. നമുക്ക് പറയാൻ തടസ്സങ്ങൾ മൂലം ഞാൻ പറഞ്ഞു തരാം. അതായത് അതല്ല സംഭവം, അങ്ങനല്ല സംഭവം. വേറൊരു ഫേക്ക് ഉണ്ടല്ലേ, അതായത് ഫേക്കിൽ പെട്ടുപോയതാണ്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പെണ്ണല്ല, പക്ഷെ അത് വേറെ അതിന്റെ മറവിൽ ഒരാളത് വെച്ചാണ് വേറൊരാള് പറ്റിച്ചു പോനെ. അതാണ് ഓന്റെ ലൈഫിലുണ്ടായ ചെറുപ്പത്താണ്. എനിക്ക് 18 വയസ്സാവുന്ന ടൈമാണ്. 18 വയസ്സ് വരെ എനിക്ക് 24, 22, 21 വയസ്സ് വരെ അതിന്റെ പിന്നാലെ ഏകദേശം 5 വർഷത്തോളം നമുക്ക് പറ്റിയൊരു മാർഗമാണ് ആ ഒരു 5 വർഷം. പക്ഷേങ്കിൽ അത് നമ്മളത് അങ്ങനെ പോയി കിട്ടി. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 5 വർഷം. അതായത് ഒരാളെ ഇത് വെച്ചാണ്ട് പിന്നെ ഇല്ലാതാക്കിയോ. അപ്പൊ അതാണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതിനിപ്പോ തൂത്താലും മായ്ച്ചാലും മായാൻ പറ്റാത്തൊരു വലിയ മിസ്റ്റേക്ക് ആണ് ഗൈസ്. അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഞാൻ ഇവിടെ പറയില്ല. അതായത് വേറെ കേസൊന്നല്ല, പക്ഷെ ഇത് മാതിരി ഒരു കേസ് ആയിക്കൊണ്ടാണ്. അപ്പോ ഗൈസ് ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മളിന്ന് ഇങ്ങനെ തപ്പിങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മളെ തലയിൽ കയറിയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഗൈസ് കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഞങ്ങൾക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കണമായിരിക്കും. ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതാവാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കും, നിങ്ങൾ ലൈക്ക് കൊണ്ടാണ് ഞങ്ങൾക്ക് ലൈക്ക് കിട്ടാൻ. അതെ. അപ്പോൾ ഗൈസ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വല്യമ്മക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.